എക്സ്ക്യൂസ് ഒന്നും ഞാൻ പറയുന്നില്ല. സിനിമ നന്നായി വന്നിട്ടുണ്ട്. വളരെ വേറിട്ട അഭിപ്രായങ്ങളുള്ള ഒരാളാണ് അഖിലേട്ടൻ. അപ്പം ഈ കഥ എന്തുകൊണ്ടാണ് ഒരു ഡിഫറെന്റ് ആണെന്ന് തോന്നാൻ? അല്ല, അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ സിനിമ വന്നതുമല്ല. ആക്ച്വലി സിനിമയിലേക്ക് ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ഈ കള്ളം പറഞ്ഞ് സംസാരിക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. സിനിമയിലേക്ക് അഭിനയിക്കാൻ എനിക്ക് ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ കുറെ അവസരങ്ങൾ വന്നിരുന്നു. ഈ സബ്ജക്ട് ആക്ച്വലി ബാബുവേട്ടൻ തന്നെ ആദ്യം വിളിച്ച സമയത്തും ഞാൻ നേരത്തെ എല്ലാവരും പറയുന്ന കണക്ക് ഞാൻ ഉള്ളി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമാണ് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം നോക്കിയത്. സിനിമ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ആണ്. എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട്, അടുപ്പമുണ്ട്. എപ്പോൾ വിചാരിച്ചാലും എനിക്ക് സിനിമ ചെയ്യും. അഭിനയിക്കണം എന്നുള്ള വലിയ ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരുടെ അഭിനയിക്കുന്നതിനെ പറ്റി പറഞ്ഞതുമില്ല. അപ്പോൾ ഈ ബാബുവേട്ടൻ എന്നെ വിളിച്ച സമയത്ത് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷെ പിന്നീട് ആസാദൊക്കെ വിളിച്ചു. ആസാദൊക്കെ അതായത് ഒരു ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്നോട് ഈ സിനിമയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കൺഫ്യൂഷൻസ് ഒക്കെ അവർ ക്ലിയർ ചെയ്ത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു നിയോഗം പോലാണ്. അപ്പോൾ ഇത് സംഭവിക്കേണ്ടതാണ്, ഞാനിതിൽ അഭിനയിക്കേണ്ടതാണ്, ഇത് ഇന്ന് നിങ്ങൾ കാണേണ്ടതാണ്, നാളെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവേണ്ടതാണ്. അപ്പോൾ സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായതാണ്. അത് മാത്രമല്ല, രണ്ട് മൂന്ന് കാരണങ്ങൾ മറ്റൊക്കെ ഉണ്ട്. അത് വരുന്ന സമയത്ത് ഞാൻ പറയാം. അതായത് ഈ സിനിമയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റു ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഘടകങ്ങളാണ് എന്നുള്ള സത്യം. സംവിധായകനായിട്ടാണ് ആദ്യം നമ്മൾ അഖിലേട്ടൻ ആദ്യമേ കാണുന്നത്. ശേഷം ഇപ്പം നായകനായി സിനിമയിലേക്ക് മുൻപോട്ട് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? സംവിധായകനായിട്ട് പ്രതീക്ഷിക്കണോ അതോ ഒരു നായകനായിട്ട് തന്നെ പ്രതീക്ഷിക്കണം?